അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ വരാനിരിക്കുന്ന പുതിയൊരാഴ്ച നിങ്ങൾക്ക് എങ്ങനെയുള്ളതായിരിക്കും എന്നുള്ളതാണ്. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ഓക്കെ അപ്പോൾ 2 കാർഡ്സാണ് വന്നിട്ടുള്ളത്. 5 കപ്സ് ഉണ്ട്, അതുപോലെ തന്നെ 9 കപ്സ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു കാർഡിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ ചിലപ്പോൾ ഈ ഒരു ആഴ്ച സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നാളൊക്കെ നിങ്ങൾ ചിലപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട അവസരങ്ങളെക്കുറിച്ചോ ഓർത്ത് കുറച്ചൊന്ന് വിഷമിച്ചിരിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ഈ ഒരു കാർഡ് ശ്രദ്ധിച്ചറിയാം, ആ ഒരു 3 കപ്പുകൾ മറിഞ്ഞു കിടക്കുമ്പോഴും ഇനിയുള്ള 2 കപ്പുകൾ ഇനിയും ബാക്കിയുണ്ട്. അതായത് എല്ലാം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, നല്ല കാര്യങ്ങൾ ഇനിയും വരാനിരിക്കുന്നു എന്നാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. അതുപോലെ സെക്കൻഡ് കാർഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 9 കപ്സ് ആണ്. ഇതൊരു സന്തോഷ വാർത്തയുടെ കാർഡാണ്. അപ്പോൾ ആരെങ്കിലും നിങ്ങൾക്കൊരു പ്രണയാഭ്യർത്ഥനയോ അല്ലെങ്കിൽ പുതിയൊരു അവസരമോ ഇപ്പോൾ ജോലിയിൽ എന്തെങ്കിലും ഒരു സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യം അത് സാധിക്കാനുള്ളൊരു പോസിബിലിറ്റി, അതുമല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങളെ തേടി എന്തെങ്കിലും ഒരു ഹാപ്പി ന്യൂസ് വരാനുള്ളൊരു പോസിബിലിറ്റി കാണുന്നുണ്ട്. ഇതിപ്പോൾ ചെറിയ കാര്യമായിരിക്കാം അല്ലെങ്കിൽ ഒരു വലിയ കാര്യമായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു ആഴ്ച അവസാനിക്കുന്ന മുന്നായിട്ട് പുതിയൊരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്, ഒരു സന്തോഷം നിങ്ങളെ തേടി വരാനിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറ്റിവെക്കുക, പുതിയ സന്തോഷങ്ങൾ നിങ്ങളെ തേടിയെത്താൻ പോകുന്നുണ്ട്. അപ്പോൾ എന്താ ഇവിടെ 9 കപ്സ് ഒക്കെ സൂചിപ്പിക്കുന്ന പോലെ ഒരു ഭയങ്കരമായിട്ടുള്ള ഹാപ്പിനെസ്, അതിപ്പോൾ ഒരു പ്രണയമായിരിക്കാം, അല്ലെങ്കിൽ ജോലിയാകാം, അതും അല്ലെങ്കിൽ മനസ്സിന് സമാധാനം നൽകുന്ന മറ്റെന്തെങ്കിലും ആവാം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ മനസ്സിനെ തണുപ്പിക്കുന്ന ഒരു സന്തോഷമാണ് നിങ്ങളെ ഈ ഒരു വീക്ക് കാത്തിരിക്കുന്നത്. ആദ്യമൊക്കെ കുറച്ചൊരു നെഗറ്റീവ് എനർജി ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം, പക്ഷേ കാര്യമായിട്ടുള്ള ഒരു രീതിയിൽ നിങ്ങൾ ആ ഒരു നെഗറ്റീവ് എനർജിയിലേക്ക് ഫോക്കസ് ചെയ്യാതെ ഇരിക്കുക. ഈ ഒരു റീഡിങ് നിങ്ങൾ കേട്ടതുകൊണ്ട് തന്നെ എന്തോ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളൊരു തോട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. സോ അതിൽ എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു മെസ്സേജ് സ്വീകരിക്കാൻ അല്ലെങ്കിൽ ഈ ഒരു ഹാപ്പിനെസ് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ എം റെഡി ഫോർ ഹാപ്പിനെസ് എന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു റീഡിങ്ങിനായിട്ട് കാണാം. താങ്ക് യു.